നമസ്കാരം. ഡൽഹിയെ നടുക്കിയ ഒരു കൊലപാതകം. 26 വയസ്സ് മാത്രം പ്രായമുള്ള ഷർദ്ര മെയ് 18-നാണ് ഡൽഹി മെയ് റോഡിലുള്ള ഫ്ളാറ്റിൽ കൊല ചെയ്യപ്പെട്ടത്. കൂടെ താമസിച്ച അഷ്താബ് കഴുത്ത് നെരിച്ചാണ് കൊലപ്പെടുത്തിയത്. മൃതദേഹം 35 കഷ്ണങ്ങളാക്കി റെഫ്രിജറേറ്ററിൽ സൂക്ഷിച്ചു. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടലുളവാക്കുന്ന വാർത്തയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിലെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുന്ന ഒരു വാർത്ത. ഭർത്താവിനെയും മകളെയും ഉപേക്ഷിച്ചു പോയ മഹാലക്ഷ്മി എന്ന യുവതിയെ അഷ്റഫ് മൃഗീയമായി കൊന്ന് കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇതിന്റെ ചിത്രങ്ങൾ സഹിതമാണ് പ്രചരിപ്പിച്ചത്. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? നമുക്ക് നോക്കാം. ആദ്യം തന്നെ യുവതിയുടെ പേര് മഹാലക്ഷ്മി എന്നല്ല, ശ്രദ്ധ വൽക്കർ എന്ന് തന്നെയാണ്. സ്ത്രീകൾ ലക്ഷ്മി തന്നെയാണ്. അത്തരത്തിൽ എഴുതി പ്രചരിപ്പിച്ചതായിരിക്കും മഹാലക്ഷ്മി എന്നുള്ളത്. മുംബൈയിൽ കോൾ സെന്ററായി ജോലി ചെയ്തു വരികയായിരുന്നു ശ്രദ്ധ വൽക്കർ. അഷ്താബും ശ്രദ്ധയും പരിചയപ്പെട്ടു, സുഹൃത്തുക്കളായി. സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറി. ഒരുമിച്ച് താമസിക്കാൻ ഇരുവരും തീരുമാനിച്ചു. ശ്രദ്ധയുടെ വീട്ടുകാർ തീരുമാനത്തെ എതിർത്തുവെങ്കിലും പക്ഷേ ശ്രദ്ധയും അഷ്താബും ഒരുമിച്ച് കഴിയാൻ തന്നെ തീരുമാനിച്ചു. പ്രണയത്തിന്റെ തീവ്രത അതാണല്ലോ. ആരെതിർത്താലും പ്രണയം പൊട്ടിമുളച്ചാൽ ഏത് പ്രായത്തിലായാലും അതിനോടൊപ്പം നിൽക്കാൻ ആരും എതിർക്കുന്നവർ ശത്രുക്കളായി മാറുന്ന കാഴ്ചകളാണ് മനുഷ്യനിൽ കണ്ടുവരുന്നത്. ഈ തീരുമാനത്തെ എതിർത്തുകൊണ്ടവർ ഒരുമിച്ചു ജീവിക്കുവാൻ തീരുമാനിച്ചു. അവർ ഡൽഹിയിലെത്തി. ഡൽഹിയിലെ മെയ്റോളയിലുള്ള ഫ്ളാറ്റിൽ താമസമാക്കി. തുടക്കത്തിൽ എല്ലാ പ്രണയവും പോലെ ഇതും സന്തോഷകരമായി ജീവിതം ആഘോഷപൂർവമായി നടന്നു. ആ ആഘോഷങ്ങളിലാണ് പെൺകുട്ടികൾ മുന്നോട്ടിറങ്ങും, വിവാഹം കഴിക്കണം എന്നുള്ളത്. ആ താല്പര്യം ഇവിടെയും ശ്രദ്ധ ആവശ്യം ഉന്നയിച്ചു അഷ്താബിനോട്. ഈ ആവശ്യങ്ങളൊക്കെ ആദ്യമൊക്കെ വളരെ തമാശയായിട്ട് എടുത്ത് പിന്തള്ളുമെങ്കിലും പിന്നീട് ആ ചോദ്യത്തിൽ നിന്ന് പിന്മാറാൻ നോക്കിയാലും പിന്നെ ഒഴിഞ്ഞു മാറാൻ പറ്റാത്തുള്ള സമ്മർദ്ദം ശ്രദ്ധയിൽ നിന്നും വന്നു. ശക്തമായ ആ പ്രണയത്തെ പിന്നീട് ഈ അഷ്താബ് എന്ന് പറയുന്നവൻ കൊല്ലാൻ തീരുമാനിക്കുകയാണ് ഉണ്ടായത്. ഈ സൈക്കോ പാത്തോ ആയിട്ടുള്ള ഈ യുവാവ്. ശക്തമായ പ്രണയം. ശ്രദ്ധയെ എങ്ങനെയാണ് കൊലപ്പെടുത്തിയതെന്ന് കഴുത്ത് ഞെരിച്ച് മൃഗീയമായിട്ട് കൊലപ്പെടുത്തിയ ശേഷം ശരീരഭാഗങ്ങൾ മുറിച്ച് 35 കഷ്ണങ്ങളാക്കി മൃതദേഹം സൂക്ഷിക്കാൻ വേണ്ടി മാത്രം ഒരു പുത്തൻ റെഫ്രിജറേറ്റർ ഇദ്ദേഹം വാങ്ങി. ഓരോ ദിവസവും ഡൽഹി നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ മൃതദേഹങ്ങൾ മറവു ചെയ്തു. മെയ്റോളിക്ക് സമീപമുള്ള കുറ്റിക്കാടുകളിലും ശരീരഭാഗങ്ങൾ കൊണ്ടിട്ടു എന്നൊക്കെയാണ് പ്രതി സമ്മതിച്ചിരിക്കുന്നത്. ശ്രദ്ധയെ നിരന്തരം ഫോണുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന സുഹൃത്തുക്കളും വീട്ടുകാരും അടുപ്പക്കാർക്കുമൊക്കെ സംശയം തോന്നി. മകളെ കാണാനില്ല എന്നുള്ള ഒരു സംശയമായിരുന്നു. പക്ഷേ ഇതാരെങ്കിലും തട്ടിക്കൊണ്ടു പോയതായിരിക്കുമെന്നാണ് ശ്രദ്ധയുടെ പിതാവായിട്ടുള്ള വികാസ് വൽക്കാർ ഡൽഹി പോലീസിൽ പരാതി നൽകിയത്. ഇത്തരത്തിലൊരു കൊലപാതകം നടന്നെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ശ്രദ്ധ ജീവനോടോളം സ്നേഹിച്ച പങ്കാളി തന്നെയാണ് അവളുടെ ജീവനെടുത്തതെന്നത് വ്യക്തമായത് ഉടനെ തന്നെ അന്വേഷണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പ്രതിയെ ആരാണെന്ന് തിരിച്ച് അറിഞ്ഞതിനു ശേഷം ഡൽഹി പോലീസ് മെയ് റോഡിന് സമീപമുള്ള അവിടെയൊക്കെ കുറച്ച് കാട് ഉള്ള സ്ഥലങ്ങളുണ്ട്. ആ കാടുകളിലും മറ്റുമൊക്കെ തെരച്ചിൽ നടത്തി. പ്രാഥമിക തെരച്ചിൽ തന്നെ ഏതാണ്ട് 13 ശരീരഭാഗങ്ങൾ കണ്ടെത്തി. ഇത് അവിടെ കാടുകളിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടുണ്ട്. ഇതെല്ലാം അസ്ഥിയാണ് ഇത് കൂടുതലും ലഭിച്ചത്. ശരീരഭാഗത്തിന് കുറച്ച് തെരുവ് നായ്ക്കൾക്ക് നൽകി. എന്ത് മൃഗീയമാണ്! വളരെ തെളിവ് നശിപ്പിക്കാനായിട്ട് ശരീരഭാഗം മുറിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതിന് ശേഷം അത് ഓരോ ദിവസവും ബാഗുകളിൽ കൊണ്ടുപോയി തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുക. അത് അവശിഷ്ടം മൊത്തം തിന്നു കഴിഞ്ഞതിന് ശേഷമാണ് പിന്മാറി ഈ പ്രതി പൊയ്ക്കൊണ്ടിരുന്നത്. കാരണം അതിൻ്റെ അവശിഷ്ടം വന്നു കഴിഞ്ഞാൽ അത് മറ്റൊരു തെളിവായി മാറും എന്നുള്ള നിഗൂഢമായ ഒരു പ്രവൃത്തിയാണ് ഈ സൈക്കോപാത്തോ ചെയ്തിരിക്കുന്നതെന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ശ്രദ്ധയെ കൊല ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ഡൽഹിയിലെ മെയ് റോഡിലെ ഫ്ളാറ്റ് എടുത്തത്. മരണത്തിന് ഏതാനും ദിവസം മുമ്പാണ് ഫ്ളാറ്റ് ഇത് വാടകയ്ക്ക് എടുത്തത്. ഡൽഹിയിൽ എത്തുന്നതിന് മുമ്പ് ഇവർ ഹിമാചൽ പ്രദേശിലും ഇരുവരും പോയിരുന്നു, ഹണിമൂൺ ആഘോഷം പോലെ. അവിടെ വെച്ച് പരിചയപ്പെട്ട അവിടുത്തെ ഡൽഹിയിലെ
ഛത്രപുരിയിലെ ഒരു ഫ്ളാറ്റിലും കുറച്ചു ദിവസം ഈ അവിടെ വെച്ച് പരിചയപ്പെട്ട ആ വ്യക്തിയുടെ ഫ്ളാറ്റിലും താമസിച്ചിരുന്നു. ഇത് എന്ന് കണക്കാകുന്നത് ഇദ്ദേഹം ഈ കൊല ചെയ്യണമെന്ന് ആസൂത്രണം ചെയ്തിട്ട് പല സീരിയലും ഡൽഹിയിൽ അദ്ദേഹത്തിന് തന്നെ പരിചയപ്പെട്ട ഫ്ളാറ്റിലും അമേരിക്കൻ TV സീരീസായ ഡെസ്റ്റർ അടക്കമുള്ള ക്രൈം ത്രില്ലറുകൾ കണ്ടാണ് ശ്രദ്ധയുടെ കൊല ആസൂത്രണം ചെയ്തതെന്ന് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പറഞ്ഞു. ഇതൊരു ലവ് ജിഹാദ് ആണ് എന്നുള്ള ഒരു സംശയവും പിതാവ് രംഗത്തെത്തി ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു. അഷ്താബിന്റെ വധശിക്ഷ നൽകണമെന്നാണ് ശ്രദ്ധയുടെ മരണത്തെക്കുറിച്ച് പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും രാജ്യതലസ്ഥാനത്ത് കോൾ സെന്ററിൽ ജോലി ചെയ്തിരുന്ന അഷ്താബ് ശ്രദ്ധയെ കൊന്ന ശേഷം മറ്റ് യുവതികളുമായി അടുപ്പത്തിലായതും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി. ശ്രദ്ധയുടെ ഈ മൃതദേഹം വെട്ടി ഞുറുക്കി ഫ്രിഡ്ജിനകത്തുള്ളപ്പോൾ തന്നെ മറ്റു യുവതികളെയും ഈ ഫ്ളാറ്റിൽ കൊണ്ടുവന്ന് താമസിച്ചു എന്നുള്ളതും മൊഴി പറയുകയുണ്ടായി. ശ്രദ്ധയെ പരിചയപ്പെട്ട ഈ ഡേറ്റിംഗ് ആപ്പ് വഴി തന്നെയാണ് ഡൽഹി സ്വദേശികളെയും ഇവൻ കണ്ടെത്തിയത്. കൊലയ്ക്ക് ശേഷം ശ്രദ്ധയുടെ ക്രെഡിറ്റ് കാർഡ് ബില്ലൊക്കെ കൃത്യമായി അടച്ചത് സംശയം കുറച്ചുകൂടെ ജനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് നടത്തിയത്. രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ ഈ നടുക്കിയ കൊലപാതകം ഓരോ ദിവസവും തെളിവുകൾ തേടുകയായിരുന്നു. പോലീസ് ശ്രദ്ധയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തിയും വെട്ടുനുറുക്കിയ ശരീരഭാഗങ്ങളും കൊണ്ടുപോകാൻ അഷ്താബ് ഉപയോഗിച്ചിരുന്ന ബാഗും തെരഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. എല്ലാ കുറ്റിക്കാട്ടുകൾ എറിഞ്ഞെന്നാണ് ഈ സൈക്കോപാത്ത് മൊഴി നൽകിയത്. 3 മാസം മുമ്പ് 3 മാസമാണ് അഷ്താബ് ഈ മുറിയിലെ ഫ്രിഡ്ജിൽ ഈ വെട്ടിനുറുക്കിയ മൃതശരീരം സൂക്ഷിച്ചത്. പൂർണ്ണമായി ഉപേക്ഷിച്ച ശേഷം ഈ മൃതദേഹം മൊത്തം ഈ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് എല്ലാം കൊണ്ട് കളഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കി ആണ് കാമുകിയെ കൊന്ന് കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് എന്നും ഫ്രിഡ്ജ് തുറന്ന് മുഖം നോക്കുന്ന വൈകൃതമായിരുന്നു. പിന്നീട് ആ മുഖം കരിച്ചു കളഞ്ഞതും അത് തെളിവുകളായിട്ട് പോലീസിന് ലഭിച്ചു. ഈ വിജനമായ തെരുവിലൂടെ ബാഗുമായി അഷ്താബ് നടന്നു പോകുന്ന ദൃശ്യങ്ങളും ഒക്കെ തെളിവുകളായിട്ട് കിട്ടുകയുണ്ടായി. വിദഗ്ധമായിട്ട് ആണ് തെളിവ് ഇല്ലാതാക്കിയത്. വ്യത്യസ്തമായ സിം കാർഡുകൾ ഉപയോഗിച്ച് നിരവധി പെൺകുട്ടികളെയാണ് അഷ്താബ് സംസാരിക്കാറുണ്ടെന്നും പോലീസ് കണ്ടെത്തി. കൊലപാതകങ്ങളിൽ വെട്ടിനുറുക്കാൻ ഉപയോഗിച്ച മൂർച്ചയുള്ള കത്തിയും ഇതെല്ലാം ഗുരുഗ്രാമിന്റെ ജോലി സ്ഥലത്ത് നിന്ന് കരുത്ത പോളിത്തീൻ ബാഗുകൾ അവിടെ നിന്നാണ് കണ്ടെടുത്തത്. അതേപോലെ ശവശരീരം കൊത്തിനുറുക്കാൻ ഉപയോഗിച്ച് കരുതുന്ന കട്ടിയും മൂർച്ചയുള്ള വിവിധതരം കത്തികളാണ് ഈ ഫ്ളാറ്റിൽ നിന്ന് ഇവൻ തന്നെയാണ് ഈ ഛത്രപൂരിൽ ഫ്ളാറ്റിൽ ഒളിപ്പിച്ചെടുത്തെന്നാണ് അഷ്താഫ് അമീൻ എടുത്തു കൊടുത്തത്. ഡൽഹി പോലീസ് എടുത്തു കൊടുത്തത്. മെയ് 18 രാത്രി 8-നും 10-നും ഇടയ്ക്കാണ് കൊലപ്പെടുത്തിയത്. അന്ന് വലിയ അളവിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചതെന്നും കണ്ടെത്തി. ഈ മരണം ഉറപ്പാക്കിയ ശേഷം നേരം പുലരുന്നതുവരെ ഈ അഷ്താബ് അമീൻ എന്ന ഈ സൈക്കോപാത്ത് നേരം പുലരുന്നതുവരെ മൃതദേഹം നോക്കിക്കൊണ്ട് ഇരിക്കുകയും ചെയ്തതായിട്ടാണ് പോലീസിന് കിട്ടിയ നിർണായകമായ വെളിപ്പെടുത്തലുകളും അറിവുകളും. ഇവന്റെ അന്വേഷണങ്ങൾ ഇനി മറ്റ് പെൺകുട്ടികൾ ഇത്തരത്തിൽ ഇവൻ കൊണ്ടുപോയി ഇങ്ങനെ കൊലപാതകം ചെയ്തിട്ടുണ്ടോ എന്നറിയണം. ഇതാണ് കഴിഞ്ഞ ദിവസം ഒരു ഫ്രിഡ്ജ് നിറച്ച് യുവതിയുടെ ശരീരം വെട്ടിനുറുക്കിയ ചിത്രങ്ങളുമായിട്ട് ഒരു യുവതിയുടെ പേരും വെച്ച് മഹാലക്ഷ്മിയാണ് ഭാര്യ, വിവാഹിതയായി 2 കുട്ടികളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ചു പോയതിൻ്റെ ഗതിയാണ് എന്നൊക്കെ പറഞ്ഞ് വ്യാപകമായിട്ട് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് പ്രചരിപ്പിക്കുന്ന ചിത്രത്തിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥയാണ്. കഴിഞ്ഞ മെയ് മാസം 18 നടന്ന ഒരു കൊലപാതകത്തെ തുടർന്ന് അത് പ്രതിയെ പിടിച്ചപ്പോൾ അവൻ്റെ മൊബൈലിൽ നിന്ന് കിട്ടിയ ചിത്രങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ നാടിൽ പേരുകൂടെ മാറ്റി യുവതിയുടെ ഭർത്താവ് ഇതൊരു ലവ് ജിഹാദ് എന്ന തരത്തിൽ ആരോപിക്കുന്നു എന്നുണ്ടെങ്കിലും അത്തരത്തിൽ പറയുന്നുണ്ടെങ്കിലും തെളിവുകളും അന്വേഷണങ്ങളും വരും ദിവസങ്ങളിൽ തന്നെ കൊണ്ടുവരും. ഇത്തരത്തിൽ മറ്റു കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ടോ, ഇത്തരം യുവതികളെ വലയിലാക്കിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള കണ്ടു കിട്ടും. എന്തായാലും അന്വേഷണം ഊർജ്ജമാക്കി തന്നെ ഡൽഹി പോലീസ് നടത്തുന്നുണ്ട്. ഇത്തരം തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ
ആണ്. എന്തായാലും ഈ അഷ്താബ് അമീൻ എന്ന് പറയുന്ന ഈ ക്രൂരനായ ഇവൻ ചെയ്ത പ്രവൃത്തി ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത രീതിയാണ്. ഇത്തരം പ്രവൃത്തി ചെയ്യാൻ പുതിയ ഫ്രിഡ്ജ് മേടിക്കുക, ചെറിയ കഷ്ണങ്ങളാക്കി രാത്രികാലങ്ങളിൽ കൊണ്ട് കാടുകളിൽ തെള്ളുക, ഇത്തരത്തിൽ ചെയ്ത ഇവനെ എന്താണ് പറയുന്നത്? ഇവൻ എന്ത് അസുഖമുണ്ടായി തന്നെ ആയാലും കൊലക്കുറ്റം തന്നെ, ഇവനെ തൂക്കിക്കൊല്ലേണ്ട തന്നെയാണ് ഈ പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞതുപോലെ തന്നെ നിയമം അവന് ശിക്ഷ കൊടുക്കട്ടെ എന്ന് മാത്രം പറയുന്നു. നന്ദി, നമസ്കാരം.